ഹായ് ഫ്രണ്ട്, ഇന്ന് നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കിയാലോ. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോകാം റെസിപ്പിയിലേക്ക്. അതിനുവേണ്ടി ഞാൻ 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അതിനാവശ്യത്തിലുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. സവാളയും ചെറിയുള്ളിയും ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. മട്ടൻ കറി സാധാരണ ഞാൻ അവിടെ കുക്കറിലാണ് വയ്ക്കുന്നത്. ഇവിടെ കുക്കറൊന്നുമില്ല. അപ്പം ഞാൻ ഇതിലേക്ക് വയ്ക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ തേങ്ങ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കാണ്. ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഈ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാണ്. ഇനി ഇതിലേക്ക് ഈ സവാളയും ചെറിയുള്ളിയും അത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഇപ്പം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി. ഇത് കുരുമുളക് പൊടി പാക്കറ്റിൽ കിട്ടുന്ന പൊടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ ഇതാണ് കൂടുതൽ കിട്ടുന്നത്. അതിനുവേണ്ടി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. ഇത് ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഇതിനകത്ത് കിടന്ന്, കാരണം ഇത് വറക്കാത്ത പൊടിയാണല്ലോ, അതുകൊണ്ട്. ഈ പൊടിയെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ മട്ടൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വേവാൻ ആവശ്യത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാമേ. ഇതിന് ഞാൻ ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല. ഇതൊന്ന് കുറച്ചൊന്ന് പകുതി വെന്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാമേ. അടച്ച് വെച്ച് കൊടുക്കുവാണ്. ഇനി ഇത് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കാമേ. ഇത് മുളക് പൊടിയൊക്കെ ഞാനുണ്ടല്ലോ, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, ഇവിടുന്ന് വാങ്ങിയല്ല. ഇവിടെ അത്രയും നല്ല പൊടികളൊന്നും കിട്ടില്ല. ഗരം മസാല പൊടിച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാമേ. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിനാവശ്യത്തിലുള്ള കടുക് പൊട്ടിച്ച് ചേർക്കാമേ. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ ചെറിയുള്ളി കറിവേപ്പിലയും ഇട്ട് വെക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇത്. നിങ്ങളിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.